بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് 63ാമത്തെ വീഡിയോ ആണ്. ഇതിലെടുക്കുന്നത് 70ാമത്തെ അൽ-കഹ്ഫ് സൂറത്തിൽ നിന്ന് 70ാമത്തെ ആയത്ത് മുതൽക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. ഖാല ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു, ഫഇനിത്തബഅതനി, എന്നോട് താങ്കൾ അനുഗമിക്കുന്ന പക്ഷം, ഫലാ തസ്അൽനി, എന്നോട് നിങ്ങൾ ചോദിക്കരുത്, അൻ ഷൈഇൻ, ഒരു കാര്യത്തെ സംബന്ധിച്ചു, ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, അതിനെ സംബന്ധിച്ച് വിശദീകരണം ഞാൻ തരുന്നത് വരെ ഒന്നും ചോദിക്കരുത്. ഇതിൻ്റെ തഫ്സീർ ശരത്ത് അലൈഹി, ഖിദ്ർ അലൈഹിസ്സലാം അദ്ദേഹത്തിന് മൂസ നബിക്ക് ഒരു നിബന്ധന വെച്ചു. ഖബ്ല ബദ്ഇ റഹിലത്തി, റഹില ആരംഭിക്കുന്നതിന് മുമ്പ്, യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. അതിനുശേഷം അവർ യാത്ര തുടങ്ങുകയാണ്, എവിടേക്കോ നടന്നു പോകാൻ വേണ്ടി അവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞത്, ഖാല ഫഇനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. എന്നെ അനുഗമിക്കുകയാണെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന വെച്ചു. ഷറത്ത് അലൈഹി ഖബ്ല ബദ്ഇ റഹില അല്ലാ യസ്അലഹു വലാ യസ്തഫ്സിറു അൻ ശൈഇൻ മിൻ തസറുഫാതിഹി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ വിശദീകരണം തരും, ചോദിക്കാതെ തന്നെ ഞാൻ വിശദീകരണം തരും, അതുവരെ ക്ഷമിച്ചു നിൽക്കണം. ഹത്താ യുക്ശഫ ലഹു സിർറുഹ, അതിൻ്റെ ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ രഹസ്യം വെളിവാക്കപ്പെടുന്നത് വരെ. അപ്പോൾ ഖബില മൂസ ഷർത്തഹു, ഈ ഷർത്ത് മൂസ നബി അലൈഹിസ്സലാം അംഗീകരിച്ചു. റിആയത്തൻ ലിഅദബിൽ മുതഅല്ലിമി അൽ മുഅല്ലിമി, ഒരു മുതഅല്ലിമിൻ്റെ മര്യാദ അനുസരിച്ച്, മുതഅല്ലിമ പഠിക്കുന്ന ആൾ അനുവർത്തിക്കേണ്ട അദബുകൾ, അതിനെ സൂക്ഷിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഈ ഷർത്ത് അംഗീകരിച്ചു. എന്നിട്ട് അവർ യാത്ര തുടങ്ങുകയാണ്. എഴുപത്തൊന്നാമത്തെ ആയത്ത്, ഫന്തലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനത്തി ഖറഖഹാ ഖാല അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ ഇംറാ. ഫന്തലഖാ, രണ്ടുപേരും നടന്നു പോയി. ഹത്താ ഇദാ റകിബ, എന്നിട്ട് അവർ രണ്ടുപേരും ഫിസ്സഫീനത്തി, കപ്പലിൽ കയറിയപ്പോൾ, ഖറഖഹ, കപ്പലിനെ ഓട്ടയാക്കി ഖിദ്ർ അലൈഹിസ്സലാം. ഖാല, അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഖറഖ്തഹ, താങ്കൾ ആ കപ്പലിനെ ഓട്ടയാക്കിയോ? ലിതുഗ്രിഖ അഹ്ലഹ, ആ കപ്പലിലുള്ള ആളുകളെ മുങ്ങിക്കൊല്ലാൻ വേണ്ടി. ലഖദ് ജിഅത, തീർച്ചയായും നിങ്ങൾ ചെയ്തത് ശൈഅൻ ഇംറാ, വളരെ ഗൗരവമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും കപ്പലിൽ കയറി ഉടനെ തന്നെ ആദ്യം ചെയ്ത കാര്യം കപ്പലിന് ഒരു ഓട്ടയാക്കുക. വിശദീകരണം പറയാം. അപ്പോൾ മൂസ നബി ചോദിച്ചു, നേരത്തെ ഷർട്ടാക്കിയിട്ടാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മൂസ നബിക്ക് അത് കണ്ടിട്ട്
ഒന്നും മിണ്ടാതെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മൂസ നബി ചോദിച്ചു, എന്നത് അതിൻ്റെ ആളുകളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കപ്പലിന് ഓട്ടയൊക്കെ ചെയ്ത് വെള്ളം കയറിയിട്ടും എല്ലാവരും മുങ്ങി മരിക്കില്ലേ എന്ന് പറഞ്ഞു. ഇതിൻ്റെ തഫ്സീർ, ഇന്തലഖ മൂസ വൽ ഖിദർ യംശിയാനി അലാ സാഹിലിൽ ബഹരി, രണ്ടുപേരും കൂടി ഈ കടൽ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഹത്താ മറത്ത് ബിഹിമ സഫീന, അങ്ങനെ അവർ രണ്ടുപേരുടെയും കാണത്തക്ക വിധത്തിൽ ഒരു ബോട്ട് വരുന്നത് കണ്ടു, അല്ലെങ്കിൽ കപ്പൽ. അവർ ഹറഫു അൽ ഖിദർ അലൈഹിസ്സലാം, ഖിദർ നബിനെ അവർ പരിചയമുണ്ട് മുമ്പ്. അങ്ങനെ അവരെ കപ്പലിൽ കയറ്റി പ്രതിഫലമൊന്നും വാങ്ങാതെ. ഫലമ്മാറക്കിബ സഫീന, രണ്ടുപേരും കപ്പലിൽ കയറിയ ഉടനെ അമിതൽ ഖിദറു ഇലാ ഫൈസ്, ഒരു മഴ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് മഴ കൊണ്ടുവന്ന് മഴ പിടിച്ച ലൗഹം മിനൽ അൽവാഹി സബീന, മരത്തിൻ്റെ പലകകൾ അടിച്ച ഭാഗം നോക്കിയിട്ട് അദ്ദേഹം ഒരു പലകം എടുത്തു. അതിൽ നിന്ന്, കപ്പലിൻ്റെ പലകയിൽ നിന്ന് ഒരു പലകം നീക്കി. ബായദ നസ്ബഹത്ത് ഫി ലുജ്ജത്തിൽ ബഹരി, അത് ആഴക്കടലിലുള്ള സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ വെള്ളം കയറാൻ നല്ല സൗകര്യമായല്ലോ. കാലോ മൂസ, മൂസ അലൈഹി സ്വലാം പറഞ്ഞു അഹ്റക്തി സഫീന, അഹ്റക്ത സഫീന, കപ്പലിന് താങ്കൾ ഓട്ടയാക്കുകയാണ് ചെയ്തത്. ചുമരക്കറുക്കാർ, ആളുകളെ മുക്കിക്കൊല്ലാൻ വേണ്ടി. ഇപ്പോൾ ഫായത്ത് ഷെയ്യൻ അദീമൻ ധായിലൻ, നിങ്ങൾ വളരെ ഭീകരമായ ഒരു ഗൗരവതരമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം പിന്നെ ഈ പലക എടുത്തിട്ട് വെള്ളം വരുന്ന കണ്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ വസ്ത്രം ഊരിയിട്ട് ആ വെള്ളം ഓട്ടയായ സ്ഥലം അടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ ഖിദർ അലൈഹി സ്വലാമിനോട് മൂസ നബി പറഞ്ഞതും ഖിദർ ഖൗമുൻ ഹമലൂന ബിഗൈരി അജ്രിൻ, പ്രതിഫലം ഒന്നും വാങ്ങാതെ കപ്പലിൽ നമ്മളെ കയറ്റി, നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അമിത്ത ഇലാ സഫീനത്തിഹിം ഫഖറഖ്തഹ, എന്നിട്ടോ നിങ്ങൾ ചെയ്തത് അവരുടെ കപ്പലിന് ഓട്ടയാക്കുകയാണ്. ഇത് തോരിക്ക് അഹ്ല, ആ കപ്പലിലുള്ള ആളുകളെല്ലാം മുക്കിക്കൊല്ലാൻ വേണ്ടി. ലഖദ് ഫഅൽത അംറൻ മുൻകറൻ അലീമൻ, വളരെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് മൂസ നബി ഖിദർ നബിയോട് പറഞ്ഞു. അപ്പോൾ പിന്നെ 72-ാമത്തെ ആയത്താണ് കാല അലം നഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റ. കാല ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, അലം അഖുൽ ലക, അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നക, തീർച്ചയായും താങ്കൾ, ലൻ തസ്തതിഅ മഇ സബ്റ, ലൻ തസ്തതിഅ മഇ, നിങ്ങൾക്ക് കഴിയില്ല, മഇ, എന്നോട് കൂടെ സബ്റൻ, ക്ഷമിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ വേറുള്ള വിഷമമുള്ള വാക്കുകളൊന്നും പറഞ്ഞില്ല. അലം അഖ്ബിർക മിൻ അവ്വലിൽ അംരി, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലാ തസ്തതിഅ വല സബ്ർ, ഇന്നക ലാ തസ്ബിറു അലാ മാ തറാ മിൻ സുന്നി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ക്ഷമ വരില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. ഇത് പറയുന്നത് വളരെ മയത്തോടും, പിന്നെ നിങ്ങൾ ഈ ഷർത്തിനെ എതിർ പ്രവർത്തിച്ചു, കണ്ടീഷൻ പറഞ്ഞിട്ട് ആ കണ്ടീഷൻ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടർന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ എതിർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ മാന്യമായ നിലക്കാണ് ഖിദർ നബി അലൈഹി സ്വലാം മൂസ നബിയോട് പറഞ്ഞത്. ഇനി 73-ാമത്തെ ആയത്താണ്. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. قال, മൂസ നബി അലൈഹി സ്വലാം നേരത്തെ ഖിദർ നബി പറഞ്ഞതിൽ നിന്ന്
പ്രതികരണമായിട്ട് പറയുന്ന വാക്ക് ആണ്. ഖാല ലാ തുആഖിദ്നി. ലാ തുആഖിദ്നി, എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ബിമാ നസീത്തു, ഞാൻ മറന്നുപോയ കാരണത്താൽ. വലാ തുർഹിഖ്നി, എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് എൻ്റെ കാര്യത്തിൽ ഉസ്റൻ, ഒരു പ്രയാസമുള്ള കാര്യത്തിന് എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖാല അതിൻ്റെ തഫ്സീറിൽ ലാ തുആഖിദ്നി ബി മുഖാലഫത്തി അശ്ശർത വ നിസ്യാനി അൽ-അഹ്ദ. രണ്ട് കാര്യം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, കണ്ടീഷന് എതിരായി പ്രവർത്തിച്ചു എന്നുള്ളതും കരാറ് ചെയ്തതിന് എതിരായി ഞാൻ മറന്നുപോയി എന്നുള്ളതും. മറന്നുപോയതും കണ്ടീഷന് എതിരായി പ്രവർത്തിച്ചതും എൻ്റെ ഒരു തെറ്റ് തന്നെ. പക്ഷെ ആ തെറ്റിന് എന്നെ ശിക്ഷിക്കരുത്. ലാ തുക്കല്ലിഫിനെ മശക്കത്തം ഫീ സുഹബത്തി ഇയ്യാക്ക, ഞാൻ നിങ്ങളോട് കൂടി യാത്ര ചെയ്യുന്ന ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ആമിൽനി ബിസ്യുസ്രി, എന്നോട് നിങ്ങൾ പെരുമാറണം വളരെ എളുപ്പമുള്ള മാർഗങ്ങൾ. വലാ ബിൽ ഉസ്ർ, വിഷമുള്ള ഭാഗങ്ങളൊന്നും ഞാനുമായിട്ട് പങ്കുവെക്കരുത്, എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ എന്നെ എളുപ്പത്തിലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്മനസ്സുണ്ടാവേണ്ടത്, വിഷമങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്ത തെറ്റന്നെയാണ്. ഈ കരാറ് മറന്നുപോയി, പിന്നെ അവിടെ ചെറുത്തിന് കണ്ടീഷൻ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടുള്ള സഹവാസത്തിന് വിഷമമുണ്ടാക്കരുത് എന്നൊക്കെയാണ് മൂസ നബി അലൈഹിസ്സലാം ഖിദർ നബിയോട് പറഞ്ഞത്. 73-ാമത്തെ ആയത്താണ്. ഇതിൽ നമ്മൾ യൂഷാ ബിൻ നൂനെ പറ്റി പറഞ്ഞു. യൂഷാ ബിൻ നൂന് ചെറിയ കുട്ടിയാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ പോകുന്ന ഒരു സർവൻ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മൂസ നബി അലൈഹി ഇസ്ലാം ആ യൂഷാ നബി നൂനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു വിശദീകരണം ഇനി ഈ ചരിത്രം കഴിയുന്നതിൻ്റെ പുറകെ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഭാഗമാണ് ഞാൻ ഇനി പറയുന്നത്. യൂഷാ ബിൻ നൂനെ പറ്റി. യൂഷാ ബിൻ നൂൻ എന്നുള്ളത് ഗുലാമുല്ലദീ റാഫഖ മൂസ നബി അലൈഹിസ്സലാമിനോട് കൂടെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടി. അസ്നാ റഹ്ലത്തിഹി, അസ്നാ മുഖാബലത്തിഹി ഖിദർ അലൈഹിസ്സലാമിനെ മായി കണ്ടുമുട്ടുന്നതിൻ്റെ ആ സമയത്ത് കൂടെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു യൂഷാ ബിൻ നൂൻ. അദ്ദേഹം ബനി ഇസ്രായേലിലെ പെട്ട ആളാണ്. മൂസ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാം സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാമും മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ പ്രവാചകനായി നിയമിച്ചു. ബനി ഇസ്രായേലിലേക്കുള്ള പ്രവാചകനായിട്ട് അള്ളാഹു തആല നിയോഗിക്കുകയുണ്ടായി. ബനി ഇസ്രായേലിൻ്റെ പ്രവാചകനായിട്ട് യൂഷാ ബിൻ നൂനിനെ പിൽക്കാലത്ത് അള്ളാഹു റിസാലത്ത് കൊടുക്കുകയുണ്ടായി. തന്നെയല്ല, ഈ യൂഷാ ബിൻ നൂനിൻ്റെ കൈക്കായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിനെ ആ കാലഘട്ടത്തിൽ സ്വതന്ത്രമാക്കിയത്. ബൈത്തുൽ മുഖദ്ദസ് ആരുടെ കൈക്കായിരുന്നു? അമാലിഖത്തിൻ്റെ കൈക്കായിരുന്നു. അമാലിഖത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗോത്രങ്ങളാണത്. അംലീഖ് എന്ന ആളുടെ വംശപരമ്പരയിൽപ്പെട്ട കുറച്ച് ഗോത്രങ്ങളാണ്. അത് ഷാമിൻ്റെയും ഇറാഖിൻ്റെയും ഈജിപ്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ കുടിയേറി പാർത്തിട്ട് ഈ മിസ്റിൽ, ഈജിപ്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചവരാണ് അമാലിഖത്ത്. വാസസു യഹിദ അക്ബറിൽ ഇംറാത്തുരിയാത്ത് ബിൽ അസ്റുൽ ഖദീം. പുരാതന കാലത്ത്
ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവരാണ് അമാലിക്കത്ത് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അമാലിക്കത്ത് ഭരിച്ചിരുന്ന ഈജിപ്തിൽ, ഫലസ്തീന്, ആ പ്രദേശങ്ങളൊക്കെ അവരിൽ നിന്ന് സ്വതന്ത്രമാക്കി. ബൈത്തുൽ മുഖദ്ദസിനെ സ്വതന്ത്രമാക്കിയത് യൂഷാ ബിൻ നൂനാണ്. യൂഷാ ബിൻ നൂനിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം കുട്ടിക്കാലത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഖിദർ നബിനെ കാണാൻ പോകുന്നതിൽ ഉണ്ടായിരുന്ന ആളാണ്. പിൽക്കാലത്ത് പ്രവാചകനായി നിയമിച്ചു. മൂസ നബിയും ഹാറൂൻ നബിയും മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ബനി ഇസ്രായേലിൻ്റെ പ്രവാചകനായി അല്ലാഹു തആല നിയോഗിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങ് ആ യൂഷാ ബിൻ നൂനിൻ്റെ കാര്യം നമ്മൾ ഈ ചരിത്രം തീരുന്നതിൻ്റെ മുമ്പ് പറയേണ്ടതാണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ഇനി 74, 75 ആയത്തുകളാണ് ഇതിൽ ബാക്കിയുള്ളത്. ഈ മൂസ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും കൂടിയുള്ള ഇതിൽ ഇങ്ങനെ 2 ആയത്തുകളാണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചരിത്രമാണ്, അതിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഈ 2 ആയത്തുകളും അടുത്ത വീഡിയോയിൽ നമുക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.